ഈ കോളറ എന്ന് പറയുന്ന ഡിസീസസ് ഡിഫറെന്റ് ഫോംസിലാണ് കണ്ടുപിടുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മേ ബി സ്പൊറാഡിക് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡമിക് ആയിരിക്കാം, അല്ലെങ്കിൽ എപ്പിഡമിക് ഓർ ഈവൻ പാൻഡമിക് ഡിസീസസ് വരെ കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ നമ്മുടെ വിബ്രിയോ കോളറയ്ക്ക്. ഇപ്പൊ നമ്മളെല്ലാവരും COVID-19 പാൻഡമിക്കിലാണുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു സംഭവമായിരുന്നു വിബ്രിയോ കോളറയുടെ പാൻഡമിക്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള പല പാൻഡമിക്സും കോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് ഈ ആൻഷ്യന്റ് ടൈം മുതൽ നമ്മുടെ ഇന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാർജ് ഡെൽറ്റിക് ഏരിയാസ് ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര, ബംഗാളിലുള്ള ഗംഗയുടെ ബ്രഹ്മപുത്രയുടെ റിവർ സൈഡിലൊക്കെ ആയിരുന്നു ഇത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇത് ഇൻ 1817 മുതൽ 1923 വരെ 6 ഡിഫറെന്റ് പാൻഡമിക്സ് വേവ്സ് കോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 6 ഡിഫറെന്റ് പാൻഡമിക്സ് കോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇത് ഒറിജിനേറ്റ് ചെയ്ത് എവിടുന്നായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു ഈ 6 ഡിഫറെന്റ് പാൻഡമിക് വേവ്സിന്റെ ഒറിജിനേഷൻ ഉണ്ടായിരുന്നത്. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ക്ലാസിക്കൽ വിബ്രിയോസ് ആയിരുന്നു ഈ 6 ഡിഫറെന്റ് പാൻഡമിക്സും. അതായത് 1817 മുതൽ 1923 വരെയുള്ള 6 ഡിഫറെന്റ് പാൻഡമിക്സും കോസ് ചെയ്തത് ക്ലാസിക്കൽ വിബ്രിയോസ് ആയിരുന്നു. ഓക്കെ, ദെൻ ഇൻ 1923 മുതൽ ഇൻ 1961 വരെ എന്തായിരുന്നു? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വലിയ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് എൻഡമിക് ഏരിയാസിൽ മാത്രം ചെറിയ ചെറിയ ഔട്ട്ബ്രേക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൺ ഓഫ് ദ എക്സെപ്ഷൻ ഇസ് ദ ഇൻ 1947 ഈജിപ്തിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈജിപ്തിൽ എന്ത് സംഭവിച്ചു? ഒരു എപ്പിഡമിക് സ്റ്റാർട്ട് ചെയ്തു. അതുവരെ ഉണ്ടായിരുന്നു, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ദെൻ 7th പാൻഡമിക് ഇൻ 1961 ആര് എമർജ് ചെയ്തു? 7th പാൻഡമിക് സ്റ്റാർട്ട് ചെയ്തു. അത് എവിടുന്ന സ്റ്റാർട്ട്? ഒറിജിനേറ്റഡ് ഫ്രം ഇന്തോനേഷ്യ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 7th പാൻഡമിക്കിന് കുറെ പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫസ്റ്റ് പാൻഡമിക് സ്റ്റാർട്ടഡ് ഔട്ട്സൈഡ് ദ ഇന്ത്യ. ദാറ്റ് ഈസ് എവിടുന്ന്? ഇന്തോനേഷ്യയിൽ നിന്നായിരുന്നു ഇൻ 1961 ഫസ്റ്റ് എന്ത് ചെയ്തത്? 7th പാൻഡമിക് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് ഏജന്റിന്റെ ടൈപ്പിലും ചെറിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത 6 പാൻഡമിക് വരെ കോസ് ചെയ്തത് എന്തായിരുന്നു? ക്ലാസിക്കൽ വിബ്രിയോസ് ആയിരുന്നു. ഇവിടെ ആരെ കോസ് ചെയ്യുന്നത്? ഈവൻ ടോർ വിബ്രിയോസ് അല്ലെങ്കിൽ എൽടോർ വിബ്രിയോസ് ആയിരുന്നു ഇത് കോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ക്ലാസിക്കൽ വിബ്രിയോസിനെ അങ്ങ് റീപ്ലേസ് ചെയ്തിട്ട് ആര് വന്നു? ഈവൻ ടോർ വിബ്രിയോസ് വന്നു. ഓക്കെ, 1961. ഓക്കെ, ദെൻ എന്ത് സംഭവിച്ചിട്ടു? അവിടുന്ന് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇന്ത്യയിലേക്ക് എത്തി. ഏത് വഴി? ഹോങ്കോങ് എത്തി, ദെൻ ഫിലിപ്പീൻസ്, ദെൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ 1964 ആകുമ്പോഴത്തേക്ക് ഈ ഒരു 7th പാൻഡമിക് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തി. ഓക്കെ, ഈ 7th പാൻഡമിക്കിന് കുറെ പ്രത്യേകതകളുണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസസ് ആയിരുന്നു. ഇതിന്റെ ഡിസീസസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡിസീസിന്റെ സിവിയറിറ്റി ഒരു മൈൽഡ് സിവിയറിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ എന്തായിരുന്നു? കാരിയർ സ്റ്റേറ്റ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു? എൻഡമിസിറ്റിയും വളരെ കൂടുതലായിരുന്നു. അതേസമയത്ത് ഡിസീസ് കേസ് വളരെ കുറവായിരുന്നു. ഒരു ക്ലിനിക്കൽ ഡിസീസസ് അല്ലെങ്കിൽ ഡയറിയ എന്നുള്ള കേസ് അല്ലെങ്കിൽ ഡിസെൻട്രി എന്നുള്ള രീതിയിൽ മൈൽഡ് കേസ് ആയിരുന്നു. പക്ഷെ എന്തായിരുന്നു? കാരിയർ സ്റ്റേറ്റും അതുപോലെ തന്നെ എൻഡമിസിറ്റിയും വളരെ കൂടുതലായിരുന്നു. ദെൻ അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്ത് എന്തായിരുന്നു? ഈവൻ ടോർ വിബ്രിയോസ് അല്ലെങ്കിൽ എൽടോർ വിബ്രിയോസ് ആയിരുന്നു കോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഈ ക്ലാസിക്കൽ വിബ്രിയോസിനെ മൊത്തത്തിൽ ആരെങ്കിലും റീപ്ലേസ് ചെയ്തു? ഈ ഈവൻ ടോർ വിബ്രിയോസ് കോസ് ചെയ്തു. ദെൻ അവിടുന്ന് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് 1966 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ മൊത്തക്കും എന്ത് വന്നു? ഈ ഒരു ഈവൻ ടോർ വിബ്രിയോന്റെ ഇൻഫെക്ഷൻ വന്നു. ദെൻ അതിനുശേഷം ഈ 1970 ഇത് നേരെ എങ്ങോട്ടേക്ക് എത്തി? ആഫ്രിക്കയിലെത്തി. ദെൻ സതേൺ യൂറോപ്പിലും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു 7th പാൻഡമിക് എത്തിയാണ്. ദെൻ അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1907 നമ്മുടെ ആസ്ട്രേലിയയിലും പിന്നെ അതുപോലെ തന്നെ അമേരിക്കയുടെ ഗൾഫ് കോസ്റ്റിലൊക്കെ ചെറിയ ഔട്ട്ബ്രേക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ മാത്രമേ കോസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആസ്ട്രേലിയയിലും പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ ഗൾഫ് കോസ്റ്റിലും ഇൻ 1970. ഓക്കെ, ദെൻ അതിനുശേഷം ഈ 1991 പെറുവില് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഒരു പാൻഡമിക് ഈ ഒരു പാൻഡമിക് 1991 പെറുവിലെത്തി. ദെൻ അതിനുശേഷം അത് സൗത്ത് ആൻഡ് സെൻട്രൽ അമേരിക്കയിലും ദെൻ അമേരിക്കയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും പിന്നെ ഈവൻ കാനഡയിൽ വരെ എത്തി ഈ 1991. പിന്നെ ഈ മിഡ് 1995 ആകുമ്പോഴത്തേക്ക് എന്തായിരുന്നു? നമ്മുടെ അമേരിക്കയിൽ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മില്യൺ പീപ്പിൾസിന് ഇത് എഫക്ട് ചെയ്യുകയും ദെൻ 10,000 ഡെത്ത് വരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ മിഡ് 1995. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ 10,000 ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 7th പാൻഡമിക്കിൽ വേറെയും കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനേഷൻ ആണ്. അതായത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാൻഡമിക് ഒറിജിനേറ്റഡ് ഔട്ട്സൈഡ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇത് ഇന്തോനേഷ്യയിൽ നിന്നാണ് ഫസ്റ്റ് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ 6th പാൻഡമിക് വരെ എവിടെയായിരുന്നു? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്നായിരുന്നു ഇതിന്റെ എമർജൻസ് ഉണ്ടായിരുന്നത്.
ഇതിന്റെ 7th മാത്രം എന്തായിരുന്നു എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇതിന്റെ എമർജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. Then അതുപോലെ തന്നെ എന്തായിരുന്നു ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാൻഡമിക് ഇറ്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ഈവന്റ് ഓർ വിബ്രിയോസ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാൻഡമിക്കാരെ കോസ് ചെയ്തിട്ടുണ്ട് ക്ലാസിക്കൽ വിബ്രിയോസ് ആയിരുന്നു. ദെൻ ഇത് ഈ 7th പാൻഡമിക് മാത്രം ആരാണ് ഈവന്റ് ഓർ വിബ്രിയോസ് ആണ് കോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡിസീസ് സിവിയറിറ്റി എന്തായിരുന്നു വളരെ മൈൽഡ് അല്ലെങ്കിൽ ലെസ് സിവിയറിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതേ സമയത്ത് എന്തായിരുന്നു അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ കൂടുതലായിരുന്നു. അതായത് സിവിയറിറ്റി ഇൻഫെക്ഷന്റെ സിവിയറിറ്റി ഓഫ് ഇൻഫെക്ഷൻ ഈസ് വെരി ലോ ആയിരുന്നു. ദെൻ അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ കൂടുതലായിരുന്നു. ദെൻ നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡെത്ത് റേറ്റ് വളരെ കുറവായിരുന്നു. പക്ഷെ അതേസമയത്ത് എന്തായിരുന്നു കാരിയർ റേറ്റ് വളരെ കൂടുതലായിരുന്നു. ഡെത്ത് റേറ്റ് കുറവായിരുന്നു, ദെൻ കാരിയർ റേറ്റ് വളരെ കൂടുതലായിരുന്നു. ഇത്രയാണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള 7th പാൻഡമിക് ഓഫ് കോളറയുടെ പ്രത്യേകത. ഓക്കെ, ദെൻ അതിനുശേഷം ഈ 1992 നമ്മുടെ ചെന്നൈയിൽ ഒരു പുതിയൊരു എപ്പിഡമിക് സ്റ്റാർട്ട് ചെയ്തു. അത് മെയിനായിട്ട് എമർജ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിബ്രിയോ കോളറ O139 എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആയിരുന്നു. അതായത് നമ്മുടെ ചെന്നൈയില് എന്ത് ചെയ്തു ഒരു എപ്പിഡമിക് ഇൻഫെക്ഷൻ കോസ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു ഈ സിമിലർ ഔട്ട് ബ്രേക്സ് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കണ്ടു. ദെൻ ഈ 1993 ജനുവരിയിൽ എന്ത് സംഭവിക്കുന്നു ഇതേ ഓർഗാനിസം അതായത് വിബ്രിയോ കോളറ O139 എന്ന് പറഞ്ഞ ഓർഗാനിസം നമ്മുടെ ബംഗ്ലാദേശിലും ഒരു എപ്പിഡമിക് സിമിലർ ആയിട്ടുള്ള ഒരു എപ്പിഡമിക് ഇൻഫെക്ഷൻ കോസ് ചെയ്തു. അവിടെ നമുക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ ഈവന്റ് ഓർ വിബ്രിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു O139 വന്നതിന് ശേഷം ഈ O139 വിബ്രിയോസ് നമ്മുടെ ഈവന്റ് ഓർ വിബ്രിയോസിനെ മൊത്തത്തിൽ അങ്ങ് റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. ദെൻ അതിൽ ഏറ്റവും വലിയ ഈ O139 പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഇൻവേസീവ് നേച്ചർ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് കോസ് ചെയ്തു ബാക്ടീരിയമിക് ഇൽനെസ്സും കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു ഈ O139 ഇൻഫെക്ഷന്റെ കേസിൽ. ദെൻ എന്ത് ചെയ്തു നമ്മുടെ എപ്പിഡമിക് സ്ട്രെയിന് നമ്മുടെ ഡിസ്ട്രിക്റ്റിന് പേര് കൊടുത്തെന്ന് വെച്ചാൽ O139 അല്ലെങ്കിൽ O139 ബംഗാൾ എന്ന് പറഞ്ഞാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏറ്റവും വലിയ നമ്മുടെ O1 വിബ്രിയോസിനെ നോക്കുന്ന സമയത്ത് ഈ O139 വിബ്രിയോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്യാപ്സുലേറ്റഡ് വിബ്രിയോസ് ആയിരുന്നു. മറ്റേ ബാക്കി നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് നോൺ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസം എന്ന് പറയുന്നുണ്ട്. എക്സെപ്റ്റ് O139 എന്താണ് ഇറ്റ് ഇസ് എ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ O1 അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ O1 അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ O139 ഇൻഫെക്ഷന് വലിയ മെച്ചമൊന്നുമില്ല. അതായത് ഡസ് നോട്ട് പ്രൊട്ടക്ട് അഗേൻസ്റ്റ് O139 ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദെൻ അതിനുശേഷം ഈ O139 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്കും പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് വേർഡ്സ് ആയിട്ടുള്ള പാകിസ്ഥാൻ, ചൈന പിന്നെ അതുപോലെ തന്നെ സം പാർട്സ് ഓഫ് യൂറോപ്സിലേക്കും എന്ത് ചെയ്തു ഈ ഒരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻ 1994 എന്ത് ചെയ്തു വീണ്ടും ഈ O139 റീപ്ലേസ് ചെയ്തിട്ട് ആര് വന്നു നമ്മുടെ ഈവന്റ് ഓർ വിബ്രിയോസ് വന്നു ഇൻ 1994. ദെൻ ചില കേസിൽ ചില സ്ഥലത്ത് എന്തുണ്ട് നമ്മുടെ ഈ O139 വിബ്രിയോസും പിന്നെ അതുപോലെ തന്നെ ഈവന്റ് ഓർ വിബ്രിയോസും ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ അങ്ങ് ഇൻഫെക്ഷൻ ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ 2012 നമ്മുടെ WHO എന്ത് ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്തു നമ്മുടെ സിറിയയില് കോളറയുടെ ഔട്ട് ബ്രേക്സ് ഉണ്ടായിട്ട് 280 ഡെത്ത്സ് സംഭവിച്ചു. 20,700 കേസിൽ 250 ആൾക്കാരുടെ ഡെത്ത് 2012 സിറിയയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ WHO ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് നടത്തി. ഇത്രയാണ് നമ്മുടെ വിബ്രിയോയുടെ എപ്പിഡമിയോളജി പഠിക്കുന്നത്. ഓക്കെ,